തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി. തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് CMPക്ക് കൈമാറുന്നതിന് എതിരെ എതിർപ്പ്. സീറ്റ് നൽകിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന് ബ്ലോക്ക് മണ്ഡലം ഭാരവാഹികളുടെ ഭീഷണി. AICC-ക്കും KPCC-ക്കും കത്ത് നൽകി നേതാക്കൾ. അതേസമയം മുസ്ലിം ലീഗിനെ വെട്ടിലാക്കി മുൻ KPCC സെക്രട്ടറി. ലീഗ് മറ്റു മതസ്ഥർക്ക് സീറ്റ് നൽകണമെന്നാണ് ഇപ്പോൾ ആവശ്യമുയർന്നിരിക്കുന്നത്. ലീഗ് കാരണം കോൺഗ്രസിലെ മുസ്ലിം പ്രാതിനിധ്യം ഒഴിവാകുന്നുവെന്നും മുൻ KPCC സെക്രട്ടറി പറയുന്നു. വിവരങ്ങളുമായി നൃപൻ തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നൃപൻ, ആദ്യം സെൻട്രൽ സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് വരികയാണെങ്കിൽ ആ സീറ്റ് CMPക്ക് നൽകാമെന്നൊരു ധാരണയിലേക്ക് UDF എത്തുകയാണ്. പക്ഷേ അതിനെതിരെ കോൺഗ്രസിൽ വലിയ പ്രതിഷേധം ഉയരുന്നതാണോ ഇപ്പോൾ കാണാൻ കഴിയുന്നത്? കാരണം ആ സീറ്റിൽ കണ്ണുനട്ട പ്രമുഖർ കോൺഗ്രസിൽ ഒരുപാടുണ്ടായിരുന്നു. അതിപ്പോൾ VS ശിവകുമാർ മുതൽ ശരത്ചന്ദ്ര പ്രസാദ് അടക്കമുള്ളവർ ആ സീറ്റിൽ കണ്ണുനട്ട് ഇരുന്നവരാണ്. CMPക്ക് സീറ്റ് നൽകിയാൽ രാജിവെക്കുമെന്ന ഭീഷണിയാണോ പ്രധാനപ്പെട്ട നേതാക്കൾ ഇപ്പോൾ ഉയർത്തുന്നത്? തീർച്ചയായും മനു അങ്ങനെ തന്നെ പറയേണ്ടി വരും. മനു നേരത്തെ മുഖവരിയായി പറഞ്ഞതുപോലെ സെൻട്രൽ സീറ്റിൽ ഒരു നിര നേതാക്കൾ, കാരണം 4 KPCC നേതാക്കൾ പ്രതീക്ഷ അർപ്പിച്ച മണ്ഡലമാണ്. ഒരു രാഷ്ട്രീയകാര്യ സമിതി അംഗം, 3 KPCC ഭാരവാഹികൾ. അത് VS ശിവകുമാർ മുതൽ തുടങ്ങി നേരത്തെ പറഞ്ഞതുപോലെ ശബരിനാഥനും ഒപ്പം മണക്കാട് സുരേഷും ശരത്ചന്ദ്ര പ്രസാദ് അടക്കമുള്ള നേതാക്കൾ പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റാണ്. മാത്രമല്ല അവസാനം കോൺഗ്രസ് പരാജയപ്പെട്ട മുൻ മന്ത്രി കൂടിയായിട്ടുള്ള VS ശിവകുമാർ പരാജയപ്പെട്ട സീറ്റാണ്. അദ്ദേഹം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഒപ്പം തന്നെ ശരത്ചന്ദ്ര പ്രസാദും മണക്കാട് സുരേഷും മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയായിരുന്നു. ഈ ഒപ്പം തന്നെ വിവിധ സർവേ റിപ്പോർട്ടുകളിൽ 1-2 പേരുകാരായി ഈ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടുകയും ചെയ്തു. അങ്ങനെ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിച്ച സീറ്റിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഒരൊറ്റ പിടിവാശിയും ഉറപ്പിന്റെ പേരിൽ CMPക്ക് ആ സീറ്റ് നൽകണമെന്ന വാശിയോടുകൂടെ നിലപാടെടുത്തു. തുടർന്ന് തത്വത്തിൽ നേതാക്കൾ അത് അംഗീകരിച്ചു എന്നാണ് വിവരം. CMPക്ക് പ്രത്യേകിച്ച് CP ജോണിന്, CMPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോണിന് മത്സരിക്കാൻ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് കോൺഗ്രസിന്റെ കൈവശമുള്ള കോൺഗ്രസ് അവസാനം മത്സരിച്ച് പരാജയപ്പെട്ട സീറ്റ് നൽകാനുള്ള ധാരണയായി. ഇതാണ് കോൺഗ്രസ് നേതാക്കളെ ചൊടിപ്പിച്ചിട്ടുള്ളത്. പ്രധാനപ്പെട്ട 4 KPCC ഭാരവാഹികളും 2 ബ്ലോക്ക് പ്രസിഡന്റുമാരും 12 DCC ഭാരവാഹികളും ഒന്നടങ്കം KPCC ഭാരവാഹികൾക്കും AICC-ക്കും കത്ത് നൽകി. മാത്രമല്ല മനു അവസാനം സൂചിപ്പിച്ചതുപോലെ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് പരസ്യമായി രംഗത്തിറങ്ങും. അത് കോൺഗ്രസിലെ നേതാക്കളെയും പ്രത്യേകിച്ച് കോൺഗ്രസിനെയും അവഹേളിക്കുന്നതിന് തുല്യമാണ്. CMP പോലത്തെ ഒരു ഘടകകക്ഷിക്ക് കോൺഗ്രസിന് പ്രതീക്ഷയുള്ള സീറ്റ് അവസാനം കോൺഗ്രസ് മത്സരിച്ച് പരാജയപ്പെട്ടു എങ്കിലും കോൺഗ്രസിന് അവകാശപ്പെട്ട ഒരു സീറ്റ് എന്തുകൊണ്ട് നൽകുന്നു എന്ന ചോദ്യമാണ്. അത് വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മുന്നണിയിൽ പല കാര്യങ്ങളും വഴിവിട്ട നീക്കങ്ങൾ നടത്തരുതെന്ന നിലപാടാണ് കോൺഗ്രസ് നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു വിഭാഗം ഈ പരാതി നൽകിയ നേതാക്കൾക്കുപരിയായി മത്സര രംഗത്ത് പ്രതീക്ഷ അർപ്പിക്കുന്ന നേതാക്കൾക്കുപരിയായി മറ്റ് പല മുതിർന്ന നേതാക്കൾക്കും AI വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും ഇതേ നിലപാടുണ്ട്. പക്ഷെ പിടിവാശി വിജയിക്കുമോ, മറിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഈ രാജിക്കത്തും പ്രതിഷേധവും വിജയിക്കുമോ എന്ന കാര്യം ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. ശക്തമായ പ്രതിഷേധമാണ് സെൻട്രൽ മണ്ഡലത്തിൽ ഉയർന്നു വരുന്നത്. മനു, ഇവിടെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഉയർന്നു വരുന്നത് ഈ CP ജോണിന് അല്ലെങ്കിൽ CMPക്ക് സീറ്റ് കൊടുത്താൽ ഇവർക്ക് എവിടെ ആളും അർത്ഥവും എന്ന ചോദ്യമാണോ ഉയർത്തുന്നത്? അങ്ങനെ സ്വന്തം സീറ്റ് എടുത്ത് കൊടുക്കാനുള്ള എന്തർഹതയാണ് തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ CMPക്കുള്ളത് എന്ന ചോദ്യമാണോ ഈ നേതാക്കൾ ഇപ്പോൾ KPCC-ക്ക് മുന്നിൽ ഉയർത്തുന്നത്? പ്രതിപക്ഷ നേതാവിന്റെ ഒരൊറ്റ പിടിവാശിയാണോ ആ സീറ്റ് ഇപ്പോൾ CMPക്ക് നൽകുന്നതിലേക്ക് UDF എത്താൻ കാരണം? തീർച്ചയായും. കാരണം ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഒന്ന് DCC-യുടെയും KPCC-യുടെയും ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ് മുന്നണികൾക്ക് സീറ്റ് നൽകുക. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. മറ്റൊന്ന് ഈ CP ജോണുമായി പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ള വ്യക്തിപരമായ ബന്ധമാണ്. CPM ഈ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട പരിപാടികളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും പ്രധാനപ്പെട്ട ചുമതല CP ജോണ് നൽകുന്നു. മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിന്റെ പ്രധാന ചുമതല വ്യക്തിപരമായി CP ജോണിന് നൽകുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ട് മാത്രം മുന്നണിയിൽ എടുക്കേണ്ട ചർച്ചകളോ അതനുസരിച്ചുള്ള ചർച്ചാ നടപടികളോ സ്വീകരിക്കാതെ ഏകപക്ഷീയമായി സീറ്റ് അങ്ങനെ നൽകുമെന്നതാണ്. ഒപ്പം തന്നെ KPCC ഭാരവാഹികൾക്ക് വിലയില്ല എന്ന ചോദ്യം അവർ ചോദിക്കുന്നു. കാരണം ഒരു രാഷ്ട്രീയകാര്യ സമിതി അംഗവും 3 KPCC ഭാരവാഹികളുള്ള ഒരു മണ്ഡലമാണ്. അവർ അടക്കം പ്രതീക്ഷ അർപ്പിച്ച് പ്രവർത്തന രംഗത്ത് മുന്നോട്ട് പോകുമ്പോൾ അവരെ അടക്കം വിശ്വാസത്തിലെടുക്കാതെ മേൽത്തട്ടിൽ VD സതീശന്റെ വാശിക്ക് വേണ്ടി മാത്രം ഒരു സീറ്റ്, നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ 4 ആൾ പ്രവർത്തന രംഗത്ത് ഇറങ്ങാനില്ലാത്ത, ആ മണ്ഡലത്തിൽ ഒരു തരത്തിലുള്ള സ്വാധീനമില്ലാത്ത ഒരു ഘടകകക്ഷിക്ക് കോൺഗ്രസിന്റെ സീറ്റ് എങ്ങനെ നൽകുന്നു എന്ന ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. അത് വലിയ തരത്തിലുള്ള പ്രതിഷേധം തലസ്ഥാന ജില്ലയിലാകെ പടർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പരാതി അറിയിച്ചിട്ടുണ്ട്. AICC-ക്കും KPCC-ക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിക്കഴിഞ്ഞു. ആ പരാതിയിൽ അവർ കടുത്ത നിലപാടെടുക്കും എന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. മനു, ശരി, ഒരു കാര്യം കൂടി ത്രപൻ, ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരാവശ്യം കോൺഗ്രസിനുള്ളിൽ നിന്ന് വരുന്നത് ലീഗിന്റെ മേലേക്കാണ്. അതായത് ലീഗ് മറ്റ് മതസ്ഥർക്ക് സീറ്റ് നൽകണം എന്നൊരാവശ്യം KPCC-യുടെ മുൻ സെക്രട്ടറി വിനോദ് കൃഷ്ണ ഇപ്പോൾ ഉയർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു ആവശ്യം ഉയർത്തുന്നതിന്റെ പുറകിൽ എന്താണ് ഉദ്ദേശം? എന്ത് കാരണമാണ് ഇപ്പോൾ വിനോദ് കൃഷ്ണ പറയുന്നത്?
തീർച്ചയായും അത് കോൺഗ്രസിനകത്ത് ആഭ്യന്തരമായി നടക്കുന്ന ചർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മുൻ KPCC സെക്രട്ടറി വിനോദ് മിശ്ര ഫേസ്ബുക്ക് പോസ്റ്റായി ഇടുകയും ലീഗ് നേതൃത്വത്തിന് ഒരു കത്തായി KPCC ഭാരവാഹി എന്ന തരത്തിൽ കത്തായി നൽകിയിട്ടുള്ളത്. അതിൽ കത്തിൽ പറയുന്നത് UDF മത്സരിക്കുന്ന 27% സീറ്റും ലീഗ് മുസ്ലിം സ്ഥാനാർത്ഥികളെയാണ് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ മുസ്ലിം പ്രാതിനിധ്യം ലീഗിന് ഘടകകക്ഷി എന്നുള്ളതിൽ ലീഗിന് നൽകുന്ന മുന്നണിക്ക് നൽകുന്ന സീറ്റിൽ തന്നെ പൂർണ്ണമായി ഫില്ലാകും. അത് പൂർണ്ണമായി ആ നിലയ്ക്ക് അടുത്ത പ്രധാനപ്പെട്ട കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക്, അതിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നേതാക്കൾക്ക് ലീഗിന്റെ ഈ പ്രാതിനിധ്യം ഉള്ളത് കൊണ്ട് തന്നെ സീറ്റുകൾ നൽകാനാകുന്നില്ല. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണയൊക്കെ 2 സീറ്റാണ് മുസ്ലിം വിഭാഗത്തിന് നൽകിയിട്ടുള്ളത്. അത് ചുരുങ്ങി, ഓരോ ജില്ലയിലും അത് ചുരുങ്ങി. കഴിഞ്ഞ തവണ നൽകിയതുപോലെ തലസ്ഥാന ജില്ലയിലടക്കം 2, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു മുസ്ലിം വിഭാഗത്തിലെ കോൺഗ്രസ് നേതാവിന് ഒരു സീറ്റ്, ഒപ്പം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിൽ ഒരു സീറ്റ്. ആ സീറ്റ് ലീഗിന്റെ പ്രാതിനിധ്യം കൊണ്ട് തന്നെ കുറയുന്നു. ഒന്നുകിൽ ലീഗ് മത്സരിക്കുന്ന 27% വരുന്ന സീറ്റുകളിൽ മറ്റ് ഇതര മത വിഭാഗങ്ങളിലുള്ളവർക്ക് കൂടി സീറ്റ് നൽകണം. അല്ല എങ്കിൽ ഈ പ്രാതിനിധ്യത്തിനനുസരിച്ച് കോൺഗ്രസിന് സീറ്റ് നൽകാൻ കഴിയും. ഒപ്പം തന്നെ ഈ പറയുന്ന ലീഗ് മുസ്ലിം വിഭാഗത്തെ മാത്രം പ്രതികരിക്കുന്ന കക്ഷിയായി ചുരുങ്ങുന്നതോടുകൂടി സ്വാഭാവികമായി കോൺഗ്രസിന് കഴിവുറ്റ കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് സീറ്റ് നൽകാൻ കഴിയുന്നില്ല എന്ന വാദമാണ്. ഇത് കോൺഗ്രസിനുള്ളിൽ ലീഗ് കോൺഗ്രസിന്റെ സാമുദായിക ഇക്വേഷൻ തകർക്കുന്നു എന്ന് ചുരുക്കി പറയാം. അതാണ് വിനോദ് കൃഷ്ണയുടെ ആരോപണം. തീർച്ചയായും. കാരണം ഈ കോൺഗ്രസ് പല സീറ്റുകളിലും മുസ്ലിം വിഭാഗങ്ങളെ പരിഗണിക്കുമ്പോൾ നിലവിലുള്ള 140 മണ്ഡലങ്ങളിലെ സീറ്റിൽ മുസ്ലിം വിഭാഗത്തിന്റെ ആകെ സീറ്റ് ലീഗിന് തന്നെ പ്രാതിനിധ്യമായി മാറ്റപ്പെടും. അപ്പോ വീണ്ടും അധികം സീറ്റ് നൽകുമ്പോൾ മുസ്ലിം വിഭാഗത്തിന്റെ പ്രാതിനിധ്യം വർദ്ധിക്കുന്നു എന്ന ഒരു ന്യായമാണ് കോൺഗ്രസ് ലീഡർഷിപ്പ് സ്ഥിരമായി പറയുന്നത്. അത് കോൺഗ്രസിലെ തന്നെ മുസ്ലിം വിഭാഗത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തന്നെ വിവിധ ജില്ലകളിൽ മത്സരിക്കാൻ കഴിയുന്നില്ല. എല്ലാം മലപ്പുറത്തെ മലബാറിലെ ലീഗിന്റെ പ്രാതിനിധ്യം കൊണ്ട് ചുരുങ്ങുന്നു. അതുകൊണ്ട് മറ്റ് ജില്ലകളിലെ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെ പരിഗണിക്കാൻ കഴിയാത്ത അവസ്ഥ ഉള്ളതുകൊണ്ട് ഈ ഒരു മാനദണ്ഡം ലീഗ് നടപ്പിലാക്കണം എന്ന ആവശ്യമാണ് KPCC മുൻ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായി ലീഗിനോട് ചോദിക്കുന്നത്. ലീഗിനെ വെട്ടിലാക്കുന്ന ചോദ്യമാണ്. ലീഗ് ഇക്കാര്യത്തിൽ എന്ത് അഭിപ്രായം പറയും? ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണോ എന്ന കാര്യം കോൺഗ്രസും വ്യക്തമാകേണ്ടതാണ്.